ശരി. ശരി. ഓക്കെ മേഡം. ശ്രുതി, ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഓടി വരുമായിരുന്നു. എന്താടി? നിന്റെ വീട്ടിൽ നടക്കുന്ന പ്ലാനൊന്നും നീ അറിയുന്നില്ലേ ശ്രുതി? എന്ത് പ്ലാൻ? ഗൾഫിലാണെന്നും പറഞ്ഞ് ബീരാനിക്കയെ കൊണ്ട് നമ്മൾ ഫോൺ ചെയ്യിപ്പിച്ചതേ ഒന്നും ഏശിയിട്ടില്ല. നിന്റെ ഇളയച്ചൻ ഗൾഫിലാണെന്നുള്ളത് സച്ചി രേവതി വിശ്വസിച്ചിട്ടില്ല. അന്ന് രേവതി കണ്ടത് അദ്ദേഹത്തെ തന്നെയാണെന്ന സംശയം അവരിലുണ്ട്. അതുകൊണ്ടാ സച്ചി ഈച്ചയെ ഇറക്കിയിരിക്കുന്നത്. അല്ല, നിന്നോട് ആരേതൊക്കെ പറഞ്ഞേ? ബീരാനിക്ക തന്നെയാ. ബീരാനിക്കയോ? ബീരാനിക്ക ഈച്ചയെ കണ്ടിരുന്നു. പിടി കൊടുക്കാതിരിക്കാനായി ബീരാനിക്ക ഓടി, പിറകെ ഈച്ചയെ ഓടി. ഭാഗ്യത്തിനാ അവന്റെ കയ്യിൽ പെടാതെ ബീരാനിക്ക രക്ഷപ്പെട്ടത്. ബീരാനിക്കയുടെ ഒരു കാര്യം, സച്ചിക്ക് നിന്നിൽ സംശയമുണ്ട്. അവൻ നിന്റെ പിറകെ തന്നെയുണ്ട് ശ്രുതി. എന്താ ഇപ്പൊ ചെയ്യാ? ബീരാനിക്ക് എന്തിനാ പുറത്തിറങ്ങി നടക്കുന്നേ? ശ്രദ്ധിക്കണം, അദ്ദേഹത്തോട് പറഞ്ഞതല്ലേ? അദ്ദേഹത്തെ നമുക്ക് കെട്ടിയിടാൻ പറ്റുമോ? ശ്രദ്ധിക്കണം, ഇനി അവന്റെ മുന്നിൽ ചെന്ന് ചാടരുതെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇത്ര കാലം ഇങ്ങനെ ഒളിച്ചു നിൽക്കാൻ പറ്റും ശ്രുതി? നീ കണ്ടോ, ഒരു ദിവസം ഈച്ച ബീരാനിക്കയെ കൈയോടെ പിടികൂടി നിന്റെ വീട്ടിലെത്തിക്കും. എന്നെ പേടിപ്പിക്കാതെ മീരെ. അങ്ങനെ സംഭവിച്ചാ അതോടെ എല്ലാം തീർന്നു. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ല, ബീരാനിക്ക് നമുക്ക് നാട് കടത്തിയാലോ? അദ്ദേഹം പോയത് തന്നെ. നമ്മൾ അദ്ദേഹത്തെ വട്ടം കറക്കുകയാണെന്ന് മനസ്സിലായിട്ടും അദ്ദേഹം നമ്മുടെ കൂടെ നിൽക്കുന്നത് തന്നെ മഹാഭാഗ്യം. അദ്ദേഹത്തിന്റെ ജോലി വിട്ട് അദ്ദേഹം എങ്ങും പോകില്ല ശ്രുതി. നീ എന്ത് പറഞ്ഞാലും അദ്ദേഹം കേൾക്കും. ഇത് കേൾക്കില്ല ശ്രുതി. ഒരാളെ ഉപദ്രവിക്കുന്നതിനും ഒരു പരിധിയില്ലേ? പാവം, ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയായി. എങ്കിൽ കുറച്ചുനാൾ പുറത്തിറങ്ങാതെ ബീരാനിക്ക വീട്ടിലിരിക്കട്ടെ. ജോലിക്കൊന്നും പോണ്ട. ഞാൻ കാശ് കൊടുത്തോളാം. കുറച്ചുനാള് ഈച്ച അന്വേഷിക്കും. കുറച്ചുനാൾ അന്വേഷിച്ചിട്ട് ബീരാനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈച്ച നാട്ടിലേക്ക് തിരികെ പൊയ്ക്കോളും. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു നോക്കാം. അദ്ദേഹം വെട്ടുന്ന ഇറച്ചിയിൽ പകുതിയും സീരിയലിന്റെയും സിനിമയുടെയും പ്രൊഡ്യൂസർമാർക്ക് വെറുതെ കൊടുക്കുക, അഭിനയിക്കാൻ ചാൻസ് കിട്ടാൻ വേണ്ടി. ഈ അഭിനയമോഹം വെച്ച് അദ്ദേഹം വീട്ടിലിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാശ് തരാന്ന് പറഞ്ഞാൽ അദ്ദേഹം അനുസരിക്കും. നോക്കാം. ദേ, ഈച്ചയെ നമ്മൾ ഭയക്കണം ശ്രുതി. അവന്റെ നീക്കങ്ങൾ മനസ്സിലാക്കണം.